പാലക്കാട് വാരി കൃഷ്ണകുമാറിന് അടിപതറി വമ്പൻ ടെസ്റ്റുകളാണ് പാലക്കാട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. താമര വാടി തുടങ്ങുന്നു. BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും കോൺഗ്രസ് വോട്ട് നേടി രാഹുൽ വോട്ട് പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. രാഹുൽ ഇപ്പോൾ മുന്നിലാണ്. 1388 വോട്ടുകൾക്ക് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നിലാണ്. കഴിഞ്ഞ തവണ ഈ ശ്രീധരൻ 4000 വോട്ടുകൾക്ക് മുന്നിലായ സ്ഥലത്താണ് ഇപ്പോൾ കൃഷ്ണകുമാറിന്റെ പൊടി പോലും ഇല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നിലായിരിക്കുന്നത്. ബൈറ്റൊക്കെ കൊടുക്കുന്നുണ്ട് മാധ്യമങ്ങൾക്ക്. സന്ദീപ് വാര്യർ എന്ത് പറയുന്നു എന്നുള്ളത് നമുക്കൊന്ന് കേൾക്കാം. ഒരു സന്ദീപ് പോയാൽ 100 സന്ദീപ് വരും, ഇതൊക്കെയാണല്ലോ പറഞ്ഞിരുന്നത്. എനിക്ക് പാലക്കാട്ടെ ആ ജനങ്ങളിൽ എനിക്ക് വിശ്വാസമുണ്ട്. അവർ തന്ന സ്നേഹത്തിന് ഒരുപാട് നന്ദിയുണ്ട്. ഇവിടെ ബഹുമാനായിട്ടുള്ള KPCC പ്രസിഡന്റ്, ബഹുമാനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ്, പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ, പ്രിയപ്പെട്ട ശ്രീകണ്ഠേട്ടൻ, പ്രിയപ്പെട്ട തങ്കപ്പേട്ടൻ, ഇവരുടെ എല്ലാവരുടെയും നടത്തിയിട്ടുള്ള ഉജ്ജ്വലമായ തിരഞ്ഞെടുപ്പ് പ്രവർത്തനമുണ്ട്. ഒരു കാര്യം നിസ്സംശയം പറയാം, പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ BJPയുടെ അടിവേര് UDF മാന്തിയിരിക്കുകയാണ്. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ BJPയുടെ അടിവേര് UDF മാന്തിയിരിക്കുന്നു. അപ്പോൾ വാര്യർ നിസ്സാരക്കാരനല്ല, ഒറ്റയ്ക്കല്ല കോൺഗ്രസിലേക്ക് വന്നത്, ഒപ്പം BJPയുടെ അടിവേര് കൂടി മാന്തിക്കൊണ്ടാണ് വന്നത് എന്നുള്ളത്. നടക്കട്ടെ കാര്യങ്ങൾ, ജയവും തോൽവിയും അത് സ്വാഭാവികമാണ്. പക്ഷേ ഇവിടെ ചർച്ച ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ ശ്രീധരനോട് ജനങ്ങൾക്ക് വ്യക്തിപരമായി കൂടി BJPക്കാർക്ക് ഒരു അടുപ്പമുണ്ടായിരുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇവിടെ കൃഷ്ണകുമാറിന് സംഭവിച്ചത് പാലക്കാട്ടെ പല BJPക്കാർക്കും ജനസമ്മതനായിരുന്നില്ല കൃഷ്ണകുമാർ എന്നുള്ളതാണ്. അവർ തന്നെ കൃഷ്ണകുമാറിന് പണി കൊടുത്തു എന്നുള്ളതാണ്. അതായത് BJP അണികളുടെ വികാരം, പാലക്കാട്ടെ ജനങ്ങളുടെയും അണികളുടെയും വികാരം മനസ്സിലാക്കിയല്ല അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയത് എന്നുള്ളത്. രാഹുൽ വരുത്തനാണെങ്കിലും കോൺഗ്രസിനുള്ളിൽ തന്നെ രാഹുലിനെ വലിയ രീതിയിലുള്ള സ്വാധീനം അല്ലെങ്കിൽ വലിയ രീതിയിൽ രാഹുലിനോട് അതൃപ്തിയുള്ളവരുണ്ട് എങ്കിൽ പോലും കൃഷ്ണകുമാറിനുള്ള അത്രയും അതൃപ്തി പാലക്കാട്ടുകാർ രാഹുലിനോട് കാണിച്ചില്ല എന്ന് വേണം പറയാൻ. യഥാർത്ഥത്തിൽ ഇതിനെ കൃത്യമായ ഒരു വിശകലനം നടത്തേണ്ടിയിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് എന്തായാലും ഈ ഫലം പൂർണ്ണമായി വന്നതിന് ശേഷം അതിലേക്ക് പോകാമെങ്കിലും ഒരു ചെറിയ സൂചന എന്നുള്ള നിലയ്ക്ക് ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ല. അതായത് ഈ സന്ദീപ് വാര്യർ BJPയിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോയത് ഒരു തരത്തിലും കോൺഗ്രസിന് ഗുണം ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. കാരണം സന്ദീപ് വാര്യർ കോൺഗ്രസിലോട്ട് പോയത് കൊണ്ട് മാത്രമാണ് വൻ നിലയിൽ പൊട്ടാനിരുന്ന കൃഷ്ണകുമാറിന് കുറച്ചെങ്കിലും വോട്ട് വർദ്ധിപ്പിക്കാനും 4ാം റൗണ്ടിലും 5ാം റൗണ്ടിലും 2ാം റൗണ്ടിലും ഒന്നാം റൗണ്ടിലും ഈ പറയുന്ന ഭൂരിപക്ഷം നിലനിർത്താൻ കഴിഞ്ഞതും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ സന്ദീപ് വാര്യർ ഇപ്പോൾ എടുക്കുന്ന ഒരു പണി എന്ന് പറഞ്ഞാൽ, ഞാൻ കോൺഗ്രസിലേക്ക് പോയത് എല്ലാ ജനങ്ങളും അംഗീകരിച്ചിരിക്കുന്നു, അതുകൊണ്ടാണ് വോട്ട് ഇങ്ങനെ കിട്ടിയത് എന്നാണ്. അത് സന്ദീപിന് എന്താ പറയുക, ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാം. ഈ ഒരു സന്ദർഭം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞാൻ വലിയ ആളാണ് എന്നൊക്കെ പറയാം. ഒപ്പം കോൺഗ്രസിനും സന്ദീപിനെ ന്യായീകരിക്കാം. അങ്ങനത്തെ കുറേ അവസരങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. സന്ദീപിനെ തള്ളാതെ സന്ദീപിനെ കുറച്ചുകൂടി നല്ല നേതൃസ്ഥാനത്തേക്ക് സന്ദീപിനെ കൊണ്ടുവരാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ തിരിച്ചടി കിട്ടുന്നത് സന്ദീപ് വോട്ട് എന്നൊക്കെ പറഞ്ഞ BJPയുടെ നേതാക്കന്മാർക്ക് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് പാലക്കാട് സംഭവിച്ചതെന്ന് നമ്മൾ ഒന്ന് പരിശോധിക്കണം. കാരണം പാലക്കാട് നഗരസഭ എന്ന് പറയുന്നത് BJPയുടെ കോട്ടയാണ്. കോട്ടകൊത്തളങ്ങൾ, ഇളകാത്ത കോട്ടകൊത്തളങ്ങൾ എങ്ങനെ ഇളകി? അതാണ് ചോദ്യം. അതായത് നമ്മൾ പോലും പ്രതീക്ഷിച്ചത് BJPയുടെ പാലക്കാട് കോട്ട, അതായത് നഗരസഭയിൽ നിന്ന് തന്നെ ഒരു 6000-7000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഈ പറയുന്ന കൃഷ്ണകുമാറിന് ഉണ്ടാകുമെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ ഈ UDF സ്ഥാനാർത്ഥിയുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ കുറച്ച് പണിപ്പെടും എന്നുള്ളത് തന്നെയാണ് നമ്മളൊക്കെ കരുതിയിരുന്നത്. പക്ഷേ ഈ ശക്തി കേന്ദ്രങ്ങളിലെ വോട്ടൊക്കെ എവിടെ പോയി? ഈ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് വോട്ട് എന്തുകൊണ്ട് ചോർന്നു? വരത്തിനെന്ന് പറയുമ്പോഴും ഷാഫി പറമ്പിലിനെതിരെ പറയുമ്പോഴും ഷാഫി പറമ്പിലിന് കുറേ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുമ്പോഴും കോൺഗ്രസിൽ പടലപ്പിണക്കങ്ങളുണ്ട് എന്ന് പറഞ്ഞപ്പോഴും കോൺഗ്രസിൽ നിന്ന് 10ഓളം പേർ പുറത്തുപോയി എന്ന് പറഞ്ഞപ്പോഴും സരിന് CPM-നകത്തേക്ക് പോയി എന്ന് പറഞ്ഞപ്പോഴും ഒക്കെ എന്തുകൊണ്ടാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അടിച്ച് തളിച്ച് അവിടെയുള്ള BJP വോട്ടുകളൊക്കെ പെറുക്കിക്കൊണ്ടുപോയത് എന്നുള്ളത് നമ്മൾ കാര്യമായി ചിന്തിക്കണം. നമ്മളല്ല ചിന്തിക്കേണ്ടത്, BJP കാര്യമായി ചിന്തിക്കണം. BJPയുടെ
നേതാക്കൾക്ക് അഹങ്കാരം എന്ന് പറയുന്ന സാധനം ഇനിയെങ്കിലും BJP-യുടെ നേതാക്കന്മാർ കുറയ്ക്കണം. P. മുരളീധരനും K. സുരേന്ദ്രനും ഉൾപ്പെടെയുള്ള ആളുകൾ BJP-യുടെ കേരള നേതൃത്വം, അതുപോലെ തന്നെ ഇതിൽ തീരുമാനമെടുത്ത കേരളത്തിന്റെ പ്രഭാരിയായിട്ടുള്ള പ്രകാശ് ജാവ്ദേക്കർ, AN രാധാകൃഷ്ണൻ വലിയ കാര്യത്തിൽ വന്ന് ചീളുകേസാണ് എന്ന് പറഞ്ഞത് ഉൾപ്പെടെയുള്ള അഹങ്കാരത്തിന് കിട്ടിയ തിരിച്ചടി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നല്ല നേതാക്കന്മാരെ അവിടെ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയാക്കി നിർത്താനുള്ള ശ്രമം BJP-യുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല. എനിക്ക് തോന്നുന്നു പാർത്ത പിന്നെ അവിടെ ശോഭാ സുരേന്ദ്രനോ ഈവൻ K. സുരേന്ദ്രൻ പോലും നിന്ന് മത്സരിച്ചുവെങ്കിൽ ഒരുപക്ഷെ കുറച്ചുകൂടി നല്ല രീതിയിൽ വോട്ട് പിടിക്കാൻ BJP-ക്ക് കഴിയുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോലും പോകാൻ BJP നേതൃത്വം തയ്യാറായില്ല എന്നുള്ളതാണ്. അതായത് കൃഷ്ണകുമാറിൽ അവർ ഒരു പ്രതീക്ഷ വച്ചു എന്നുള്ളതാണ്. കൃഷ്ണകുമാറിനെ പാലക്കാടുള്ള പല ജനങ്ങൾക്കും വലിയ താല്പര്യമില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ നോക്കൂ, നഗരമേഖലകളിൽ BJP-യുടെ ആധിപത്യമുള്ള കേന്ദ്രങ്ങളിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് കൊണ്ടുപോയി എന്ന് പറയുന്നുവെങ്കിൽ BJP-യോടുള്ള താല്പര്യക്കുറവല്ല, അവിടെ വ്യക്തിയായ C. കൃഷ്ണകുമാറിനോടുള്ള താല്പര്യക്കുറവാണ്. നമുക്ക് അപ്പുറത്തെ സ്ഥലത്തേക്ക് പോകാം. ചേലക്കരയിൽ ഭരണവിരുദ്ധ വികാരം നിറഞ്ഞു നിൽക്കുമ്പോഴും UR പ്രദീപ് എങ്ങനെയാണ് മുന്നേറ്റം നേടുന്നത്? 9637 വോട്ടിന് ചേലക്കരയിൽ അദ്ദേഹം മുന്നിലാണ്. എന്തുകൊണ്ട്? ആ വ്യക്തിപ്രഭാവമാണ് അവിടെ നിലനിൽക്കുന്നത്. പ്രദീപിനെ ആളുകൾക്ക് അത്രത്തോളം സ്വീകാര്യനാണ് പ്രദീപ് എന്ന് പറയുന്ന UR പ്രദീപ് എന്ന് പറയുന്ന LDF സ്ഥാനാർത്ഥി. ഇവിടെ കൃഷ്ണകുമാറിനെ അത്രത്തോളം ജനങ്ങൾക്ക് താല്പര്യമില്ല എന്ന് ഇനിയെങ്കിലും ഈ മുന്നണി തിരിച്ചറിയണ്ടേ? എത്ര നാൾ ഇവർ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ചുമന്ന് കൊണ്ട് നടക്കും? ഒരു കൗൺസിലർ ആയി എന്ന് കരുതി, ഒരു മുനിസിപ്പാലിറ്റി പിടിച്ചെടുത്തു എന്നൊക്കെ കരുതി, ഒരു കൗൺസിലർ ആയിരുന്ന ഒരു മുനിസിപ്പാലിറ്റി പിടിച്ചെടുത്തു എന്നൊക്കെ കരുതി കൃഷ്ണകുമാറിനെ ഈവൻ അവിടെ സന്ദീപ് വാര്യരെ പിടിച്ചു നിർത്തിയെങ്കിലും ജയിച്ചനെ. സത്യമാണ്, ഞാൻ അതാണ് പറയുന്നത്. സന്ദീപ് വാര്യരെ അവിടെ പിടിച്ചു നിർത്തിയെങ്കിലും ഒരു പക്ഷേ അവിടെ വിജയമുണ്ടായേനെ. ശോഭാ സുരേന്ദ്രൻ നിർത്തിയാൽ വിജയമുണ്ടായേനെ എന്ന് പ്രതീക്ഷിക്കുന്ന, K. സുരേന്ദ്രൻ മത്സരിച്ചാൽ വിജയമുണ്ടാകുമായിരുന്നു എന്ന് പ്രതീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. മാത്രവുമല്ല, ഈ പറയുന്ന UR പ്രദീപിന് എത്രത്തോളം സ്വീകാര്യനാണ് ചേലക്കരയിൽ, അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടുകൾ, അദ്ദേഹത്തിൻ്റെ ഒരു ക്രെഡിബിലിറ്റി, അദ്ദേഹത്തിൻ്റെ ഒരു മുഖം ആളുകൾക്ക് എത്രത്തോളം വേണ്ടപ്പെട്ടതാണ്, അദ്ദേഹം MLA ഇരിക്കുമ്പോൾ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ ഈ UR പ്രദീപിനെ തുണച്ചത്. ഈ പറയുന്ന രമ്യ ഹരിദാസിനെ അവിടെ നിർത്തിയതിൽ UDF-ഉം പരാജയപ്പെട്ടിരിക്കുന്നു. വലിയ ഭരണവിരുദ്ധ വികാരമുള്ള, വലിയ രീതിയിൽ ഈ രമ്യ ഹരിദാസ് ഈ കേന്ദ്രത്തിലേക്കുള്ള BJP-യെ പ്രതിരോധിക്കണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി CPM പോലും രമ്യ ഹരിദാസിന് വോട്ട് ചെയ്തിട്ടും രമ്യ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ വലിയ പരാജയം രമ്യയെ കാത്തിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള സൂക്ഷ്മബുദ്ധി കോൺഗ്രസിന് ഇല്ലാതെ പോയി. മാത്രവുമല്ല, ഈ പറയുന്ന ശ്രീകൃഷ്ണകുമാർ നഗരത്തിൽ വളരെ സ്വീകാര്യനാണെന്നും നഗരത്തിലെ ചില മണ്ഡലങ്ങളിൽ, ഞാനിപ്പം ശ്രീകൃഷ്ണകുമാർ മത്സരിച്ച ചില വാർഡുകളെ പറ്റി, അതായത് നഗരസഭാ വാർഡുകളിൽ അവർ നടത്തുന്ന കാര്യങ്ങളുണ്ട്. 55% മുസ്ലിം വോട്ടുകളുള്ള സ്ഥലത്തു നിന്നും വിജയിച്ച് കയറിയ ആളാണ് ഈ ശ്രീകൃഷ്ണകുമാർ എന്ന് പറയുന്നത്. പക്ഷേ അതിനുശേഷം ഈ പറയുന്ന പാലക്കാട് നഗരസഭയിൽ അവർ നടത്തിയിട്ടുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, അവിടെ BJP-ക്കുള്ളിൽ ശ്രീകൃഷ്ണകുമാറിനും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കുമെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്, വലിയ രീതിയിലുള്ള പരാതികളുണ്ട്. മാത്രവുമല്ല, BJP-യുടെ പ്രവർത്തകർ, BJP-യോട് താല്പര്യമുള്ള സാധാരണ നിഷ്പക്ഷർ ഒന്നും പ്രതീക്ഷിച്ചത് ശ്രീകൃഷ്ണകുമാറിനെ അല്ല. നിരന്തരമായി അവിടെ നിന്ന് തോൽക്കുന്ന ആളാണ് ശ്രീകൃഷ്ണകുമാർ. നിരന്തരമായി മലമ്പുഴയിൽ മത്സരിക്കുന്നു, പാലക്കാട് മത്സരിക്കുന്നു, മലമ്പുഴയിൽ മത്സരിക്കുന്നു. ഇവിടെ നിന്നൊക്കെ തോറ്റുകൊണ്ടേയിരിക്കുന്ന, ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനും തോറ്റുകൊണ്ടിരുന്ന കൃഷ്ണകുമാറിനെ പിടിച്ച് വീണ്ടും അവിടെ അവിടെ നേതൃത്വം നിൽപ്പിക്കുമ്പോൾ അതിനാരാണ് ഉത്തരവാദിത്വമെങ്കിലും, കേന്ദ്രത്തിനാണ് ഉത്തരവാദിത്വമെങ്കിലും, സുരേന്ദ്രനാണ് ഉത്തരവാദിത്വമെങ്കിലും, സംസ്ഥാന നേതൃത്വത്തിനാണ് ഉത്തരവാദിത്വമെങ്കിലും, അവരൊക്കെ മറുപടി പറയേണ്ടതുണ്ട്. കാരണം ഇത് നിങ്ങളുടെ മാത്രം പാർട്ടിയല്ല, കേന്ദ്ര നേതൃത്വത്തിൻ്റെയും സംസ്ഥാന നേതൃത്വത്തിൻ്റെയും മാത്രം പാർട്ടിയല്ല BJP. ഓരോ ആളുകളും നെഞ്ചിൽ കൊണ്ട് നടന്ന് പണിയെടുക്കുന്ന പ്രവർത്തകരുണ്ടായിരുന്നു ഇപ്പുറത്ത്. ഇത് സുരേഷ് ഗോപി ജയിച്ച് കയറിയതിനു ശേഷം കേരളത്തിൽ ഒരു അക്കൗണ്ട് തുറക്കാനുള്ള ഏറ്റവും അസുലഭമായ ഒരു സന്ദർഭത്തെ നശിപ്പിച്ചു കളഞ്ഞതിൽ ഇവിടുത്തെ BJP-ക്കാർക്ക് സന്തോഷിക്കാം. എനിക്ക് തോന്നുന്നു CK വീഴ്ത്തിയത് BJP-ക്കാർ തന്നെയാണ്. BJP-യുടെ പ്രവർത്തകരാണ് തന്നെയാണ് വോട്ട് BJP-ക്കാർ തിരിച്ചു കുത്തിയിരിക്കുന്നു. പാലക്കാട് രാഹുലിനെ ലീഡ് ഉയർത്തിക്കൊണ്ടു പോകുന്നു. 1634 ലീഡായി. അതെ ധന്യ, അവിടെ രാഹുൽ തരംഗം പാലക്കാട് നമുക്ക് കാണാൻ കഴിയും. അവിടെ ധന്യ, ഈ BJP-യുടെ പ്രവർത്തകർക്ക് ശ്രീകൃഷ്ണകുമാർ സ്വീകാര്യനായിരുന്നില്ല. അതിനെന്തൊക്കെ കാരണമുണ്ട്? അതിന് ഈ പറയുന്ന ശ്രീകൃഷ്ണകുമാറിന്റെ ഭാര്യ ഉൾപ്പെടെയുള്ളവർക്ക് എന്ത് പങ്കാളിത്തമുണ്ട്? അതുപോലെ തന്നെ ഈ ശോഭാ സുരേന്ദ്രനെ അവിടെ മത്സരിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ശിവരാജേട്ടൻ, അവിടുത്തെ ഏറ്റവും മുതിർന്ന നേതാവ് എന്ന് പറയുന്ന ശിവരാജേട്ടൻ അടക്കം അസംതൃപ്തി പ്രകടിപ്പിച്ചത് എന്തുകൊണ്ടായിരുന്നു എന്നുള്ളത്
ഇപ്പോഴെങ്കിലും അവിടെയുള്ള ആളുകൾ മനസ്സിലാക്കണം. ഈ എൻ രാധാകൃഷ്ണനും മറ്റാളുകളൊക്കെ ഉണ്ടല്ലോ ഇവിടെ, ഇവരൊക്കെ ഇത് കാണുന്നുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ സന്ദീപ് വാര്യറെ ചീള് കേസ് പിന്നെ ഏതുവരെ പോകുമെന്നൊക്കെ നോക്കി എന്നുള്ള സന്ദീപ് വാര്യർക്കൊരു ഫാൻ ഇമേജ് ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ പറയാതിരിക്കാൻ കഴിയില്ല. അല്ല, സന്ദീപ് വാര്യർ എന്തുകൊണ്ട് BJP വിട്ടു എന്നുള്ള പല ചോദ്യങ്ങളും നമ്മളൊക്കെ ചോദിക്കുമ്പോഴും സന്ദീപ് വാര്യർ ഒരിക്കലും BJPക്ക് അകത്ത് നിന്ന് പോവരുത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മളൊക്കെ പറഞ്ഞ ആളുകളാണ്. പക്ഷെ സന്ദീപ് വാര്യർ BJPയോട് കടുത്ത വിരോധമുണ്ടായിട്ടാണ് പോയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട് എന്നുള്ളത് സത്യമല്ലേ തന്നെയാ. കാര്യം BJP സന്ദീപ് വാര്യറുമായി ബന്ധപ്പെട്ട് സന്ദീപ് വാര്യർക്ക് നിർബന്ധപൂർവ്വം പോകേണ്ടി വന്നു, വേറെ വഴി സന്ദീപിനില്ലായിരുന്നു എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നു. തീർച്ചയായിട്ടും.